ശ്രീ അജികുമാർ, സർക്കാരിന് വേണ്ടി ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു സ്പോൺസേർഡ് പരിപാടിയാണോ ആഗോള അയ്യപ്പ സംഗമം? അത് പറയുന്നത് രണ്ടു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോ ദൃശ്യമാധ്യമങ്ങളിൽ കാണിക്കുന്നത് പോലെ യാതൊരു കമന്റും നടത്തിയിട്ടില്ല. ഞാൻ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നേരിട്ട് വിളിച്ച് വ്യക്തത വരുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ആ ഓർഡറിലും ബഹുമാന അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ പോലെ ആ ഓർഡറിലും അങ്ങനെ പരാമർശമില്ല. അത് ഈ ആഗോള സംഗമത്തെ, അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നിരന്തരം നടത്തി വരുന്ന അപവാദ പ്രചരണങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നടത്തുന്നതാണെന്നേ കരുതാനുള്ളൂ, അങ്ങനെ കരുതേണ്ടതുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ട്, ഈ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഈ വാക്കുകൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആഗോള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് എവിടെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോ അതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? ഞങ്ങൾ ആത്മീയ സമ്മേളനം നടത്തുന്നുണ്ട്, ഞങ്ങൾ സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട്, ഞങ്ങൾ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ലേ ഔട്ട് അവതരിപ്പിച്ചിട്ട് വികസന ചർച്ച നടത്തുന്നുണ്ട്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആശയങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നുള്ള വാക്ക് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ അപവാദ പ്രചരണങ്ങളുടെ പത്മవ్യൂഹത്തിൽപ്പെടുത്തി ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാമെന്നാണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പിന്തുണ ഈ സമൂഹത്തിൽ നിന്ന്, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന്, വിവിധ സമുദായ സംഘടനകളിൽ നിന്ന് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ വിശദീകരിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്ത് രേഖാമൂലം കേരളത്തിലെ ഗവൺമെന്റിനെയും ദേവസ്വം മന്ത്രിയെയും അറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾക്ക് സഹായഹസ്തമായി കേരളത്തിന്റെ ഗവൺമെന്റ് വന്നിട്ടുള്ളത്. ആ ഗവൺമെന്റിനെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡിനെയും ആഗോള അയ്യപ്പ സംഗമത്തെ ഇവർ മറയാക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യപ്രകാരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രളയം വന്നാലും കോവിഡ് വന്നാലും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കൈ തന്നിക്കുന്ന ഒരു ഗവൺമെന്റാ, ഞങ്ങളെ കൈ പിടിച്ചിരുത്തുന്ന ഒരു ഗവൺമെന്റാണ്, എല്ലാവർക്കും സഹായിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ ഞങ്ങൾ ഒരു സഹായം അഭ്യർത്ഥിച്ചു. വിദേശ പ്രതിനിധികൾ വരണം, വിദേശ നയതന്ത്ര പ്രതിനിധികൾ വരണം, അന്യ സംസ്ഥാനത്തെ മന്ത്രിമാർ വരണം, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിമാർ വരണം. ഇപ്പൊ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ വരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്, സക്സേന അദ്ദേഹം വരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാകണം, ഒരു സഹായം ഗവൺമെന്റ് വേണ്ടേ? അപ്പൊ അതിന് തെറ്റായി വ്യാഖ്യാനിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ്. ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 7.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 10 മാസമായി ഒട്ടേറെ പുതിയ വികസന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ഞങ്ങൾ മലേഷ്യയിലും സിംഗപ്പൂരിലും അയ്യപ്പ ഭക്തന്മാരുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയവരാണ്. അവിടെ അവർ ഉന്നയിച്ച ഒരു ആവശ്യമുണ്ട്. അവർ പ്രധാനമായിട്ടും അച്ചൻകോവിൽ, ആര്യങ്കാവ് ഒക്കെ വരുമ്പോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിമാനത്തിൽ ഇരുമുടിക്കെട്ടുമായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ക്ഷേത്രത്തിൽ ദർശനത്തിൽ വരുമ്പോൾ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ശ്രദ്ധയപ്പെടുത്തി. എന്നിട്ട് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇതെല്ലാം അവതരിപ്പിക്കാൻ ഒരു വേദി വേണം, ഞങ്ങളെ ഒന്ന് കേൾക്കണം. ശ്രീ അജികുമാർ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് അങ്ങനെ കേൾക്കാൻ വേണ്ടി ഇവരെയൊക്കെ വിളിച്ചു കൂട്ടണം, ഒരു പോർട്ടൽ തുറന്നാൽ പോരായിരുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരോട് അയ്യപ്പനോട് എന്തെങ്കിലും ഒരു ഭക്തിയുള്ളവരാണെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ശ്രമിക്കത്തില്ല. അല്പമെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ, ഭക്തിയില്ല. ഇവർ ഈ ഭക്തിയെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എൻഗേജ് ചെയ്യാൻ, മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ആ ഭക്തൻ അവിടെ വന്ന് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഈ ശബരിമലയെ മാറ്റുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജാതിപത ഭേദമില്ലാതെ എല്ലാവർക്കും വന്ന് ദർശനം ചെയ്യാൻ കഴിയുന്ന മഹത്തായ ഒരു കേന്ദ്രമാണ് ശബരിമല. അതിനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതിനെല്ലാവരും നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടി ഒരു സംഘം ഉണ്ടാക്കുന്നത്. എന്താണ് നിങ്ങൾ ഇത്രയും അസംതൃപ്തി കാണിക്കുന്നത്? വിവിധ കോണുകളിൽ നിന്ന് അങ്ങനെ ആവശ്യമുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വിദേശ പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുകയാണ്. അപ്പോൾ അങ്ങനെ വിവിധ കോണുകളിൽ നിന്നും ഞങ്ങളെ കേൾക്കാൻ ഒരു ഇടം വേണം എന്നുള്ള ആവശ്യം അയ്യപ്പ ഭക്തർ ഉന്നയിച്ചിരുന്നു എന്നാണോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, മലേഷ്യയിൽ അടക്കം ഇല്ല സിംഗപ്പൂരിൽ അടക്കമുള്ള ഭക്തജനങ്ങളുടെ കൂട്ടായ്മ, അവിടെ അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ അയ്യപ്പ സംഘടനകളുണ്ട്. അവർ ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടതാണ്. നേരിട്ടും രേഖാമൂലം ആവശ്യപ്പെട്ട് ഞങ്ങളെ ഒന്ന് കേൾക്കാൻ ഒരു വേദി ഉണ്ടാക്കണം. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു പരിച്ഛേദമാണ് സെപ്റ്റംബർ 20 വരാൻ പോകുന്നത്.
ഞങ്ങൾ ശബരിമലയും അനുബന്ധ പ്രദേശവുമായി ബന്ധപ്പെട്ട വികസന രേഖകൾ അവതരിപ്പിക്കും. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ലേ ഔട്ടുകൾ അവതരിപ്പിക്കും. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമല എയർപോർട്ട്, ശബരി റെയിൽപാത ഇതെല്ലാം യാഥാർത്ഥ്യമാക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി VN വാസവൻ അവർ മുൻകൈ എടുത്തിട്ടാണ് ഇപ്പൊ റോപ്പ് വേ വരാൻ പോകുന്നത്. ശബരിമലയുടെ വികസനത്തിന് നാഴികക്കല്ലാണ് റോപ്പ് വേ വന്നാൽ. അതിനാവശ്യമായ ഭൂമി എല്ലാം കൈമാറ്റം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമായാൽ ട്രാക്ടറുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ പറ്റും.